ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു നാടൻ കോഴിക്കറി കുമ്പളങ്ങയും കൂട്ടിയിട്ട് വറുത്തരച്ച് വെച്ചാലോ. അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നന്നായി ചൂടാക്കി എടുക്കണം. ഈ ചൂടാക്കി ഏകദേശം നല്ല മണം നന്നായിട്ട് നല്ല കളറൊക്കെ വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി വയ്ക്കാം. കോഴി നമ്മൾ ആദ്യം തന്നെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല നാടൻ കോഴി വെട്ടി വൃത്തിയാക്കി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ചൂടായി വന്നിട്ടുള്ള പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ നന്നായി കഴുകി വെച്ച കോഴി നമ്മൾ കുക്കറിലേക്കാണ് ഇടുന്നത്. കുക്കറിലിട്ട് വേവിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. ഏകദേശം നന്നായിട്ട് നമ്മുടെ പൊടി റെഡി ആയിട്ടുണ്ട്. ആ പൊടി നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഉപ്പ്, വെള്ളം ഒക്കെ ചേർത്തിട്ട് ഇതിനെ വേവിക്കാൻ വെക്കണം. അതിന് മുന്നേ നമുക്ക് അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ചൂടാക്കിയെടുക്കണം. അപ്പോൾ അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ പാൻ ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് വേണ്ട ഐറ്റംസ് അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് വേണ്ടത് കുറച്ച് നാളികേരം വേണം, വേപ്പില വേണം, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി. ഇത്രയും കാര്യങ്ങൾ ഇതുപോലെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി ഒക്കെ ഇതുപോലത്തെ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് എന്താ പറയുക ചൂടാക്കിയെടുക്കുക. അതൊരു ഏകദേശം നല്ല ഗോൾഡൻ കളറായി വരുന്ന വരെ നന്നായിട്ട് വാട്ടിയെടുക്കണം. നന്നായിട്ട് ഇതിനെ നമ്മൾ വാട്ടിയെടുക്കണം. നമ്മൾ സാമ്പാറിലേക്കൊക്കെ അരപ്പ് റെഡിയാക്കുമല്ലോ, അതുപോലെയൊക്കെ തന്നെ. അതിനുശേഷം നമുക്ക് ഈ സ്പൈസസ്, നമുക്ക് മല്ലി, ജീരകം, പിന്നെ കുറച്ച് സ്പൈസസ്, പട്ട, കരയാമ്പൂ, അങ്ങനത്തെ സാധനങ്ങൾ, അതുപോലെ കുരുമുളക്, ഇതൊക്കെ കൂടി ഇട്ടിട്ട് നന്നാക്കി ഇതിനെ ചൂടാക്കിയിട്ട് നന്നായി ബ്രൗൺ കളറാവണ വരെ നന്നായി ചൂടാക്കി എടുക്കുക. ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഏകദേശം ഈ ഒരു രൂപത്തിലായിട്ട് കിട്ടും. നന്നായി ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്കിതിനെ ചൂടാറാൻ വെക്കണം കേട്ടോ. ഇതിനെ ചൂടാറിയിട്ട് വേണം നമുക്കിതിനൊന്ന് അരച്ചെടുക്കാൻ. അപ്പോൾ ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലിട്ട് നന്നാക്കി എന്താ പറയുക അരച്ചെടുക്കാം. ആദ്യം നമുക്കിത് എന്തായാലും ചൂടാറാൻ വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ കോഴീനെ നന്നായിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി നേരത്തെ ഇട്ട് വെച്ചതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും, ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായി മിക്സാക്കി എടുക്കണം. നന്നായിട്ട് മിക്സാക്കി എടുക്കുക. എല്ലായിടത്തും ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ആവുന്ന രീതിയിൽ തന്നെ നന്നായി മിക്സാക്കി എടുക്കുക. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഇതൊക്കെ ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം, വളരെ കുറച്ച് മാത്രം വെള്ളം എടുത്താൽ മതി. കാരണം ഓൾറെഡി ചിക്കനിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങുമല്ലോ. അപ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. എന്നിട്ട് നമുക്ക് നമ്മളെ അരപ്പ് റെഡിയാക്കാം. നമ്മുടെ ഇത് ചൂടാറി വരുമ്പോൾ അതിലേക്ക് വേണ്ട കുറച്ച് വെള്ളം എടുത്തിട്ട് അതും നമുക്ക് എന്ത് ചെയ്യാം, അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ കോഴി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഏകദേശം കുക്കറിൽ ഒരു 3 വിസിൽ അടുപ്പിക്കണം കേട്ടോ. എന്നാലാണ് നന്നായി വെന്ത് കിട്ടുക. നമ്മൾ 2 വിസിലാണ് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ വേവ് കുറവുണ്ടായിരുന്നു. സോ എന്തായാലും നിങ്ങളൊരു 3 വിസിൽ നിങ്ങളുടെ ഇത് അനുസരിച്ചിട്ട് കുക്കറിൽ വെച്ചിട്ട് അടിക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കുമ്പളങ്ങയാണ് ചേർക്കേണ്ടത്. കുമ്പളങ്ങ നന്നായിട്ട് ക്യൂബ് പോലെ അരിഞ്ഞിട്ട് അത് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ചുണ്ട്, നമ്മളെ വീട്ടിലുണ്ടായിട്ടുണ്ടായിരുന്ന കുമ്പളങ്ങയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ അരപ്പുണ്ടല്ലോ, നേരത്തെ ഞാൻ കാണിച്ചു തന്ന ചൂടാറിയിട്ട് അത് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം ചേർത്തിട്ട്. അതും ചേർത്തിട്ട് നമ്മളെന്ത് ചെയ്യുക, ഇതിനെ നന്നായിട്ട് വേവിക്കാൻ വയ്ക്കുക. കുമ്പളങ്ങയും ഈ ചിക്കനൊക്കെ ഒന്ന് നന്നായി വെന്ത് അതിൻ്റെ ആ ഒരു ഇതിൽ കിട്ടണം. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആയിട്ട് വരണം. കറി വേണ്ടവർക്ക് കറി ആയിട്ടും ഇങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ചപ്പാത്തി എന്താ പറയുക, ചപ്പാത്തിയും ചിക്കനിലേക്കും ആയതുകൊണ്ട് തന്നെ കുറച്ച് ഗ്രേവി വേണമല്ലോ, കുറച്ച് വെള്ളം വേണമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെള്ളം അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് നന്നായി സെറ്റായി വരുമ്പോൾ എന്താ പറയുക വെന്ത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഉള്ളി, ചെറിയുള്ളി, അതുപോലെ തന്നെ വേപ്പില ഇട്ടിട്ട് നന്നായിട്ട്, ചെറിയുള്ളി കുറച്ചധികം ഉണ്ടാവണത് നല്ലതാണ് കേട്ടോ. നമുക്ക് നന്നായിട്ട് അതിനൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് വറവിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതിനെ മൂപ്പിക്കുക. നല്ലൊരു ഗോൾഡൻ കളറാവുന്ന വരെ നന്നായിട്ട് അത് മൂപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ചിക്കൻ കറി നമുക്ക് ചോറിരിക്കും, അതുപോലെ തന്നെ വല്ല ഗീ റൈസോ, അതുപോലെ നമ്മളെ ചപ്പാത്തി, പത്തിരി, പിന്നെന്താ
അങ്ങനത്തെ വെള്ളയപ്പം അങ്ങനത്തെ ഐറ്റംസിലേക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ വെക്കുമ്പോൾ. ഇതൊരു നാടൻ സ്റ്റൈലിലുള്ള പഴയ രീതിയിൽ ഉണ്ടാക്കുന്ന കറിയാണ്. തൃശ്ശൂർക്കാർ ഉണ്ടാക്കുന്നതാണ്. ഞാൻ എൻ്റെ വീട്ടിലൊന്നും കണ്ടിട്ടില്ല, ഇങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷേ ഈ ഭാഗത്തുണ്ടായത് കണ്ടോ, നല്ല കുറുകി വന്നിട്ട് നല്ല ഒരു അടിപൊളി നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം കേട്ടോ.